Good afternoon. Good afternoon, ma'am. Good afternoon, Miss. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ ജോബി, സോണിയ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം അല്ലേ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് മുഖമൊക്കെ കഴുകി വന്നിരിക്കണം കേട്ടാ. ചിലപ്പോ ഉറങ്ങി പോകും നിങ്ങള്, സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ICU ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ തീവ്ര പരിചരണ വിഭാഗം. അപ്പൊ എന്താണ് ICU എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ICUവില് എങ്ങനെയുള്ള രോഗികളെയാണ് നമ്മൾ പരിചരിക്കുന്നത് അത് നമ്മൾ കണ്ടിരുന്നു. പിന്നെന്താണ് കോമൺ ടൈപ്സ് ഓഫ് ICU അല്ലെ? എന്താണ് ആശ? കുഴപ്പമില്ല. ഓക്കെ. മോൾ ഹോസ്പിറ്റലിലായിരുന്നു അല്ലേ? റെക്കോർഡഡ് ക്ലാസ് കാണും കേട്ടോ ആശ. റെക്കോർഡഡ് ക്ലാസ് കാണും. മോനെന്ത് പറ്റി? പനിയായിരുന്നോ? ഓക്കെ. കുറഞ്ഞു എന്നിട്ട് പനി? കുറവുണ്ടല്ലേ? ശരി. ശ്രദ്ധിക്കേട്ടാ. അപ്പോ കുഴപ്പമില്ല കേട്ടോ ആശ. നമ്മളെ റെക്കോർഡഡ് ക്ലാസ് കണ്ടോളൂ. മിസ് ആയിട്ടുള്ള ക്ലാസ്സുകളെ അതിൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോ നമുക്ക് കുറച്ച് അവധിയൊക്കെ വരുമല്ലോ ഓണത്തിന്റെ അവധിക്ക് നിനക്ക് നല്ല പണിയില്ലാന്ന് അറിയാം വീട്ടില്. എന്നാലും കുറച്ച് സമയം എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോ മിസ്സായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഓക്കെ. അപ്പോ നമ്മള് ICU പഠിച്ചു. പിന്നെ കോമൺ ടൈപ്സ് ഓഫ് ICU നമ്മൾ കണ്ടിരുന്നു അല്ലെ? വിവിധ തരത്തിലുള്ള ICUകൾ. ഫാത്തിമ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കൂടെ നമ്മൾ എടുത്തിരുന്നു. എന്നിട്ട് പുതിയൊരു ചാപ്റ്റർ ICU നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, 13ാമത്തെ ചാപ്റ്റർ. അപ്പോ ICU എന്ന് പറയുന്നത് എന്താണ്? തീവ്ര പരിചരണ വിഭാഗമാണ്. അതൊന്നേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് ഇന്റൻസീവ് കെയർ കൊടുക്കുന്നത്, എന്തിനാണ് തീവ്രമായിട്ടൊരു പരിചരണം കൊടുക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പല ടൈപ്പുകളായിട്ട് നമ്മൾ തരംതിരിച്ചത് അല്ലെ? ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓൾ മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓപ്പൺ യൂണിറ്റ് ഒന്നുകൂടെ നമുക്ക് പറയാം കേട്ടോ. കാര്യം അത് നമ്മളത്ര ക്ലാരിറ്റി ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചേ ഉള്ളൂ. അതത്ര ക്ലാരിറ്റിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റിയിരുന്നില്ല. ഇപ്പോഴത്തെ ക്ലാസ് കഴിഞ്ഞിരുന്നല്ലോ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. എന്താണ് ചെറിയൊരു കോൾഡ് ഉണ്ട് കേട്ടോ എനിക്ക്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ ക്ലാസ് കേൾക്കുമ്പോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ലെ? അതായത് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഘടനയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ICUവിനെ നമ്മൾ തരംതിരിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ കാണുന്നത്. ICUവിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. പേജോ 13, ചാപ്റ്റർ നമ്പർ 13 കേട്ടോ. മൊഡ്യൂള് 1ലാണ് കിടക്കുന്നത് ഈ ചാപ്റ്റർ. അതിനകത്ത് നമ്പർ 11 കിടക്കുന്നത്. പക്ഷെ ശരിക്കും ചാപ്റ്റർ 13 കേട്ടോ. 13. അപ്പോ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണത്? ഒന്ന് ഓപ്പൺ യൂണിറ്റ് ICU, 2 ക്ലോസ്ഡ് യൂണിറ്റ് ICU. ഏതൊക്കെയാണ് ICU ക്ലാസിഫൈ ചെയ്യുന്നത്? രണ്ടായിട്ടാണ് കേട്ടോ തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓപ്പൺ യൂണിറ്റ് ICU ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ഡ് യൂണിറ്റ് ICU ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സാധാരണ ഞാനിത് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് കേൾക്ക് കേട്ടോ. എന്നിട്ട് ആ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വായിക്കുന്നത് കുറെ കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഫിസിഷ്യൻ ആരാണെന്ന് അറിയാം അല്ലെ? ആരാണ് ഫിസിഷ്യൻ? നമ്മൾ കഴിഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ അതിനകത്ത് സൂചിപ്പിച്ചിരുന്നു. അതെ, ഡോക്ടർ തന്നെയാണ്. പക്ഷെ എന്താണ്? ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ അല്ലെ? അതായത് മെഡിസിനില് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളല്ല അല്ലെ? പിന്നെ എന്താണ്? ജനറൽ മെഡിസിനിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പ്രത്യേക ഓർഗനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകളെ എല്ലാവരും അവരെന്താണ്? ജനറൽ മെഡിസിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരാണ് ഫിസിഷ്യൻ അഥവാ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. ഇനി നിങ്ങൾ അറിയേണ്ടത് ഇന്റൻസിവിസ്റ്റുകൾ ആരാണ് ഇന്റൻസിവിസ്റ്റ്? നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്താണ്? ICU ആണ് അല്ലെ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. അപ്പൊ തീവ്ര പരിചരണം കൊടുക്കുന്നതില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്,
തീവ്രപരിചരണം, അതായത് ഇന്റൻസീവ് കെയർ കൊടുക്കുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ ഇന്റൻസിവിസ്റ്റ് ആരാണെന്നും ഫിസിഷ്യൻ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ അതിനകത്ത് ആ അതെ അതെ. അപ്പൊ ഇനി നമ്മൾ ഓപ്പൺ യൂണിറ്റ് ഐസിയുലോട്ടും ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയുലോട്ടും വരികയാണ്. എന്താണ് ഓപ്പൺ യൂണിറ്റ് ഐസിയു എന്ന് അറിയാമോ? അതായത് നമ്മൾ ഈ പറയുന്ന ഒരു ഫിസിഷ്യൻ ആയിരിക്കും, ഒരു ജനറൽ ഫിസിഷ്യൻ ആയിരിക്കും ഈ പറയുന്ന രോഗിയെ പ്രവേശിപ്പിക്കുകയും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ഒരു ഫിസിഷ്യൻ ആയിരിക്കും. എന്തിനകത്ത്? ഓപ്പൺ യൂണിറ്റ് ഐസിയുവിനകത്ത്. അതേസമയം ഇന്റൻസിവിസ്റ്റുകൾക്ക് അതെ ജിസ്മ കറക്റ്റ്, നോ റോളിൽ ഇന്റൻസിവിസ്റ്റ്. അതല്ല, ഇന്റൻസിവിസ്റ്റുകൾക്ക് അവിടെ നാമമാത്രമായിട്ടുള്ള അധികാരമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനുള്ളൊരു റൈറ്റ് മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. പക്ഷെ അത് എന്താണ്, അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നിയർലി കൺസൾട്ടന്റ്, ജസ്റ്റ് ഒരു കൺസൾട്ടന്റ് മാത്രമായിട്ടുള്ള ഒരു റോളാണ് ആർക്കുള്ളത്? ഇന്റൻസിവിസ്റ്റുകൾക്കുള്ളത്. ഏതിനകത്താണ്? ഓപ്പൺ യൂണിറ്റ് ഐസിയുവിനകത്ത്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ തീവ്രപരിചരണമാക്കിയിരിക്കുന്ന രോഗികളെ പരിചരിക്കുന്നതിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. അപ്പൊ അവർക്ക് പ്രാധാന്യം കൊടുക്കാതെ ഒരു ജനറൽ ഫിസിഷ്യൻ ആണ് ഈ പറയുന്ന രോഗിയുടെ അഡ്മിഷനും ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു പറയുന്നത് നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും അല്ലെ? അതേസമയം അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കാര്യം എന്താണ്? ഇതിൽ ചെയ്യുന്ന ഫിസിഷ്യന്മാരെന്ന് പറയുന്നത് ഈ പറയുന്ന തീവ്രപരിചരണം അർഹിക്കുന്ന രോഗികളെ പരിചരിക്കുന്നതിന്, അവരെ കൈകാര്യം ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ഡോക്ടേഴ്സ് ആണ് ഫിസിഷ്യന്മാരെന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അത് തന്നെ ഓപ്പൺ യൂണിറ്റ് ഐസിയുവിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കാണ്, പോരായ്മയാണ്. അതേസമയം നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റിലോട്ട് വരികയാണെങ്കിൽ അത് ഇതിന് നേരെ വിപരീതമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്റൻസിവിസ്റ്റുകൾക്കാണ് മെയിൻ റോൾ അവിടെ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ഈ പറയുന്ന തീവ്രപരിചരണത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റൻസിവിസ്റ്റുകളുടെ ഒരു സേവനമാണ് അവിടുത്തെ രോഗികൾക്ക് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജനറൽ ഫിസിഷ്യന്മാരെ മാറ്റി നിർത്തുന്നില്ല, അവര് ജനറൽ ഫിസിഷ്യന്മാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്, സംയോജിപ്പിച്ചുകൊണ്ടാണ് അവരവരുടെ സേവനം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയുള്ള വ്യത്യാസം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് തന്നെ കേട്ട് കഴിയുമ്പോ വിച്ച് ഇസ് മോർ ബെറ്റർ, ഏതാണ് കൂടുതൽ ബെറ്റർ? ഓപ്പൺ യൂണിറ്റ് ഐസിയു ആയിരിക്കും അതോ ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു ആയിരിക്കും ബെറ്റർ? ഏതായിരിക്കും? അതെ, ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു ആയിരിക്കും. കാര്യം എന്താണ്? അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റൻസിവിസ്റ്റുകളുടെ ട്രീറ്റ്മെന്റ് തന്നെയാണ് പേഷ്യൻസിന് കിട്ടുന്നത് അല്ലെ? അപ്പോ അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു ആണ് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. നമ്മുടെ വേൾഡില് കൂടുതലും എന്താണ് ഈ പറയുന്ന ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയുകളാണ് കേട്ടോ ഉള്ളത്. ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു ആണുള്ളത്. ഒരു മിനിറ്റ്. അപ്പൊ മനസ്സിലായില്ല നിങ്ങൾക്ക് ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന്? അപ്പൊ നമ്മുടെ ലോകത്തിൽ കൂടുതലുള്ളത് ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു ആണ് കേട്ടോ. ആർക്കാണ് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത് അതിലാണ് ഒരു വ്യത്യാസം വരുന്നത്. അപ്പൊ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ ഇനി പറയണ്ടല്ലോ, ഇത് മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് വായിക്കാം കേട്ടോ. എന്താണ് ഓപ്പൺ യൂണിറ്റ് ഐസിയു എന്ന് പറഞ്ഞാല്? ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻസ് മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യൻസ് അല്ലെ? അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഫിസിഷ്യൻസിനും, ജനറൽ ഫിസിഷ്യന്മാർക്കും ഈ പറയുന്ന രോഗിയെ പ്രവേശിപ്പിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് പരിചരിക്കുകയും ചെയ്യും. അതാണ് ഓപ്പൺ യൂണിറ്റിന്റെ പ്രത്യേകത. പിന്നെന്താണ് പറയുന്നത്? ട്രയാഗ് ഡിസിഷൻ ഫോൾസ് ഓൺ ഡയറക്ടർ ഓഫ് ഐസിയു when there is a bed or staff shortage. എന്താണ് ട്രയാഗ് എന്ന് പറഞ്ഞാല്? ട്രയാഗ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? അതായത് നമ്മളൊരു കാര്യത്തില് പ്രാഥമികമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, മനസ്സിലായല്ലോ? പ്രൈമറി ആയിട്ട് എടുക്കുന്ന ആ ഒരു തീരുമാനങ്ങൾ, അതായത് അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ, അതിനെയാണ് നമ്മൾ ട്രയാഗ് എന്ന് പറയുന്നത് കേട്ടോ. അതെ, വിചാരണ എന്നാണ് കറക്റ്റ് മീനിങ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ബെഡിന്റെ വല്ല ഷോർട്ടേജോ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ വല്ല ഷോർട്ടേജും ഐസിയുവിലും ഉണ്ടാകുകയാണെങ്കിൽ അതിനുള്ള ഒരു പ്രാഥമിക തീരുമാനങ്ങൾ, ഈ പറയുന്ന ട്രയാഗ് ഡിസിഷൻസ് എടുക്കാനുള്ള ആ ഒരു എന്താ പറയുക, അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആരുടെ മേലായിരിക്കും? ഡയറക്ടർ ഓഫ് ഐസിയുവിന്റെ മേലായിരിക്കും. ഡയറക്ടർ ഓഫ് ഐസിയു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസിവിസ്റ്റുകൾ എന്നാണ് അല്ലെ? ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് വലിയ റോള് കൊടുക്കുന്നില്ല അല്ലെ?
ഫിസിഷ്യൻ ആണ് അവിടെ മെയിൻ റോള് കൈകാര്യം ചെയ്യുന്നത്. ഈ പറയുന്ന ഐസിയുവിൽ ഏതെങ്കിലും തരത്തിലൊരു ബെഡ് ഷോർട്ടേജോ അല്ലെങ്കിൽ സ്റ്റാഫ് ഷോർട്ടേജോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു നാമമാത്രമായിട്ടുള്ള ഒരു റൈറ്റ് മാത്രമാണ് ആർക്ക് കൊടുക്കുന്നത്? ഇന്റൻസിവിസ്റ്റുകൾ അഥവാ ഈ പറയുന്ന ഡയറക്ടർ ഓഫ് ഐസിയു. ഐസിയു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇന്റൻസിവിസ്റ്റ് ആണ്, അവർക്ക് കൊടുക്കുന്നു. അപ്പൊ അത് വളരെ വലിയൊരു ഡ്രോബാക്ക് ആണ് അല്ലെ. The major drawback of this concept is that these physicians might not have received specialized training for managing critically ill patients. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള അസുഖമുള്ള അല്ലെങ്കിൽ അവരെ പരിചരിക്കണമെങ്കിൽ അത്തരം രോഗികളെ കൈകാര്യം ചെയ്യാനുള്ള യാതൊരുവിധ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങും ഇല്ലാത്തത് ഫിസിഷ്യൻസിനില്ല. അപ്പൊ അവരാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആണ് ഓപ്പൺ യൂണിറ്റ് ഐസിയുവിന്റെ. ഇനി നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റിലോട്ട് വരികയാണ്. എന്താണ് ക്ലോസ്ഡ് യൂണിറ്റ്? ദ ഡയറക്ടേഴ്സ് ആൻഡ് ദർ അസോസിയേറ്റ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓൾ അഡ്മിഷൻസ് ആൻഡ് ഡിസ്ചാർജസ്. അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ എന്താണ്? റെസ്പോൺസിബിൾ ആണ് അല്ലെ, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഒരു ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയുവിനകത്ത് ഡയറക്ടേഴ്സ് അഥവാ ഇന്റൻസിവിസ്റ്റുകളാണ് എന്തിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്? ഈ പറയുന്ന രോഗിയെ പ്രവേശിപ്പിക്കുന്നതിനും അവരെ പരിചരിക്കുന്നതിനും അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളെയും മേൽനോട്ടം വഹിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ഇന്റൻസിവിസ്റ്റുകൾക്ക് ആയിരിക്കും. Once the patient is admitted, the unit team takes care of by collaborating with the admitting team for efficient patient care. ഒരിക്കലും ഈ പറയുന്ന ഐസിയുവിലേക്ക് രോഗി പ്രവേശിച്ചു കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാല് ആ ഒരു രോഗിയെ വളരെ എഫക്റ്റീവായിട്ട് പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എന്താണ് അഡ്മിറ്റിംഗ് ടീം, അതായത് ജനറൽ ഫിസിഷ്യൻ ടീമുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് അവര് ഇന്റൻസിവിസ്റ്റുകള് ഈ പറയുന്ന അവരുടെ സേവനങ്ങൾ കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പൊ അവരെ മാറ്റി നിർത്തുന്നില്ല, ഈ പറയുന്ന അവരുടെയും കൂടെ ഒരു സേവനം കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മെയിൻ റോൾ ആര് വഹിക്കും? ഇന്റൻസിവിസ്റ്റുകൾ ചെയ്യും. അങ്ങനെയാണ് അവര് രോഗിക്ക് വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു പരിചരണം ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയുവിനകത്ത് കൊടുക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം കേട്ടോ. ഇനി ക്ലോസ്ഡ് യൂണിറ്റ്സ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺസ്. ഈ പറയുന്ന താഴെ 2 കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, റീസൺസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു കുറെ കൂടെ ബെറ്റർ ആണ്. എന്തൊക്കെ കാരണങ്ങളാണ് അവർ പറയുന്നത്? ഒന്ന്, മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനിഷിയേഷൻ അല്ലെ, കൂടുതൽ സമയോചിതമായിട്ട് തന്നെ രോഗികളെ വിലയിരുത്താനും അതുപോലെ തന്നെ ചികിത്സ ആരംഭിക്കാനായിട്ടും സാധിക്കുന്നു. ഏതിനകത്ത്? ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയുവിനകത്ത്. പിന്നെന്താണ്? Intensivists are the specifically skilled in treating critically ill patients. അല്ലെ, ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയിലുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ വളരെ എന്താണ് സ്പെസിഫിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത്? ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെ. അത്തരം ഇന്റൻസിവിസ്റ്റുകളുടെ സേവനം നമുക്ക് കൂടുതൽ എവിടെയാണ് ലഭിക്കുന്നത്? ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയുവിനാണ് ലഭിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഐസിയുവിനെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചു. ഒന്ന് ഓപ്പൺ യൂണിറ്റ് ഐസിയു, മറ്റൊന്ന് ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു. ആരാണ് അവിടുത്തെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്? അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു വ്യത്യാസം വരുന്നത്. ഓപ്പൺ യൂണിറ്റ് ഐസിയുവിനകത്ത് ഒരു ഫിസിഷ്യൻ ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ഈ പറയുന്ന രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നതിനും പരിചരിക്കുന്നതിനും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിനും. അവിടെ ഈ പറയുന്ന ഇന്റൻസിവിസ്റ്റുകൾക്ക് നാമമാത്രമായിട്ടുള്ള ഒരു അധികാരം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദേ ആർ നിയർലി കൺസൾട്ടൻസ്. ഓക്കെ. അതേസമയം ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയുവിനകത്ത് വരുമ്പോൾ അവിടെ ഇന്റൻസിവിസ്റ്റുകൾക്കാണ് പ്രൈം ഇമ്പോർട്ടൻസ് വരുന്നത്. എന്നിരുന്നാലും അവർ ഈ പറയുന്ന ജനറൽ ഫിസിഷ്യന്മാരുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് രോഗിക്ക് നല്ലൊരു പരിചരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ആ സേവനങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഓപ്പൺ യൂണിറ്റ് എന്താണെന്നും ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസിയു സ്റ്റാഫിംഗ് ആണ്. എന്താണ് ഐസിയു സ്റ്റാഫിംഗ്? അതായത് ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോൾ നമുക്കറിയാം ഐസിയു എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് അല്ലെ, അത് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് ആണ് അല്ലെ, ഒരാളൊന്നുമല്ല, ഒരു ടീമാണ് അവിടെ അവർ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിരുന്നതിനകത്ത് കൺസൾട്ടന്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നഴ്സുമാരുണ്ടായിരിക്കും, പിന്നെ പറയുന്ന എന്താ പറയുക കൺസൾട്ടന്റ് അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും,
അതുപോലെ ഡയറ്റീഷ്യൻസ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒത്തിരി സപ്പോർട്ടിങ് സ്റ്റാഫുകളും ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് ആണ് ഒരു ICU എന്ന് പറയുന്ന ഒരു യൂണിറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അത് നമുക്കറിയാലോ. അപ്പൊ അവിടുത്തെ സ്റ്റാഫിങ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റാഫിങ് എന്താണ്, ആരൊക്കെയാണ് അവിടുത്തെ സ്റ്റാഫിങ് എന്ന് പഠിക്കണം കേട്ടോ. ആരൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ. ഒന്നാമത്തെ എന്താണ്? മെഡിക്കൽ സ്റ്റാഫ്. രണ്ടാമത്തത് എന്താണ് പറയുന്നത്? അതെ, ജോലി ഡോക്ടറാണ്. പിന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. പിന്നെ ആരുണ്ടായിരിക്കാം? ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ICUവിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ മൂന്നാമത്തെ ആളാരാണ്? നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ, ഒരു നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. പിന്നെ നാലാമത്തെ ആളാരാണ്? ഓക്സിലറി പേഴ്സണൽ. എന്താണ് ഓക്സിലറി പേഴ്സണൽ? എന്താണ് ഓക്സിലറി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? അതിന് കിട്ടുന്നുണ്ട്. ഓക്സിലറി എന്ന് പറഞ്ഞാല് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ സഹായകമായിട്ടുള്ള, സപ്പോർട്ട് ചെയ്യുന്ന, മനസ്സിലായോ? അത്തരം പേഴ്സണൽ, അത്തരം സ്റ്റാഫുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിലറി പേഴ്സണൽ എന്ന് പറയുന്നത്. അതായത് ഈ ICUവിനകത്തുള്ള ഡോക്ടേഴ്സിനെയും മറ്റു നഴ്സുമാരെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് അല്ലെ, പിന്തുണ കൊടുക്കുന്ന അങ്ങനെയുള്ള സ്റ്റാഫുകളെയാണ് നമ്മൾ ഓക്സിലറി പേഴ്സണൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് 4 പേരാണുള്ളത്. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, പിന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, ഓക്സിലറി സ്റ്റാഫ്. ഇനി എന്തൊക്കെയാണ് നമുക്കൊന്നും നോക്കാം. ആദ്യത്തെ ആളാരാണ്? മെഡിക്കൽ സ്റ്റാഫ്. നമുക്കറിയാം അല്ലെ, ഡോക്ടറാണത്. എന്താണ് പറയുന്നത്? ICU ഇൻചാർജ് ഫോർ ഇന്റൻസിവിസ്റ്റ് അല്ലെ. ICUവിന്റെ ചുമതലയുള്ള അഥവാ ഇന്റൻസിവിസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫ് അല്ലെ, ഡോക്ടേഴ്സ് ആണ് അവര്. പിന്നെന്താണ്? റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ്. റെസിഡന്റ് ഡോക്ടേഴ്സ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സീനിയർ ആൻഡ് ജൂനിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് അറിയാമോ? റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നമ്മൾ MBBS കഴിഞ്ഞിട്ട്, MBBS എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗ്രാജുവേഷൻ എടുക്കൂലേ, നമ്മളൊരു ഡിഗ്രി എടുക്കൂലേ. പിന്നെ അതുപോലെ തന്നെയാണ് മെഡിസിനിലെ MBBS എന്ന് പറയുന്നത് അല്ലെ. ബാച്ചുലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചുലർ ഓഫ് സർജറി, ദാറ്റ് ഇസ് MBBS. അപ്പൊ അതൊരു ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് മെഡിസിനില്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? അവരതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കും. ഇപ്പൊ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവരുണ്ടാവില്ലേ, എന്നതുപോലെ മെഡിസിനിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് MD എന്ന് പറയുന്നത്. ഡോക്ടർ ഓഫ് ഡോക്ടർ ഓഫ് മെഡിസിൻ അഥവാ അവരുടെ PG ആണിത്. അതിനകത്ത് അവരെന്ത് ചെയ്യും? അവർക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡ് എടുത്ത് അതിൽ സ്പെഷ്യലൈസ് ചെയ്തത് പഠിക്കും. MD എടുക്കുമ്പോൾ അങ്ങനെയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് അവര് അല്ലെ. അവർക്ക് ഏതാണോ താല്പര്യപ്പെട്ട ആ ഒരു മേഖല, അത് അവര് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നു. ഇനി ഈ MD കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു 3 years ഓഫ് റെസിഡൻസി പീരീഡ് ആണ്. 3 years ഓഫ് റെസിഡൻസി പീരീഡ് ആണ്. അതായത് MD എടുക്കുമ്പോൾ അവർ സ്പെഷ്യലൈസ് ചെയ്യും. സ്പെഷ്യലൈസ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ MD അവര് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫീൽഡില് ഒരു 3 വർഷക്കാലം അവർ ട്രെയിൻഡ് ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കും. മനസ്സിലായല്ലോ? അങ്ങനെ ആ ഒരു പീരീഡിലുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 3 year ഓഫ് റെസിഡൻസിയും കൂടെ കഴിയുമ്പോഴാണ് അവരൊരു ഇൻഡിപെൻഡന്റ് ഡോക്ടർ അഥവാ ഒരു കൺസൾട്ടന്റ് ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു MBBS എടുക്കുന്നു, അത് കഴിഞ്ഞ് MD എടുക്കുന്നു. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. അത് സ്പെസിഫൈ ചെയ്യുന്നു, സ്പെസിഫിക്കേഷൻ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ സ്പെസിഫൈ ചെയ്ത ആ ഒരു ഫീൽഡിൽ, ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ഒരു 3 വർഷക്കാലം അവരെന്ത് ചെയ്യുന്നു? റെസിഡൻസി പീരീഡ് എന്നാണ് അതിന് പറയുന്നത്. 3 years ഓഫ് റെസിഡൻസ്. സാധാരണ ഒരു 3 വർഷമാണ് അവര് അതിലെത്തിയ. ശരിക്കും പറഞ്ഞാൽ അവർ ട്രെയിൻഡ് ഡോക്ടേഴ്സ് ആണ്. ഡോക്ടേഴ്സ് ഇൻ ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. ആ ഒരു 3 വർഷക്കാലം അവർ ആ ഫീൽഡിൽ വർക്ക് ചെയ്ത് അതിന് ഒത്തിരി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവർ നേടും. പല രോഗികളെ അവരെ എന്താ പറയുക, പരിചരിക്കും. ഒത്തിരി എക്സ്പീരിയൻസ് അവർക്ക് ലഭിച്ച് പിന്നീട് ആ ഒരു 3 വർഷക്കാലം കഴിഞ്ഞു വരുമ്പോഴാണ് അവരൊരു ഇൻഡിപെൻഡന്റ് ഡോക്ടർ അഥവാ ഒരു കൺസൾട്ടന്റ് ആയിട്ട് മാറുന്നത്. അതാണ് ഒരു ഡോക്ടറുടെ ജേർണി എന്ന് പറയുന്നത്. അപ്പൊ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫൈനൽ ഇയർ ഓഫ് റെസിഡൻസിയിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവില്ല, അവരെയാണ് നമ്മൾ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അവർ ഈ പറഞ്ഞ പോലെ സീനിയർ ഉണ്ടായിരിക്കും, ജൂനിയർ ഉണ്ടായിരിക്കും. സീനിയർ എന്ന് പറയുമ്പോൾ MD കഴിഞ്ഞ് ആ ഫൈനൽ ഇയർ ഓഫ് ദ റെസിഡൻസിയിൽ ഇരിക്കുന്നത്. സാധാരണ 3 വർഷമാണ് കേട്ടോ പറയാം. അതാണ് അതിന്റെ ഒരു ടെന്യൂർ. 3 വർഷത്തിൽ കൂടാറില്ല. അപ്പൊ ആ ഒരു ഫൈനൽ ഇയർ ഓഫ് റെസിഡൻസിയിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് റെസിഡന്റ് ഡോക്ടേഴ്സ്, സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ജൂനിയർ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് താഴെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവര് റെസിഡൻസിയിലേക്ക് എത്തിയിട്ടില്ല. അവർ മെഡിക്കൽ മീൻസ് MD എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലുള്ള, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തിലുള്ള ഡോക്ടേഴ്സ് ആണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് അവരത് പഠിച്ചു കഴിയുമ്പോൾ സീനിയർ പൊസിഷനിലേക്ക് എത്തും. മനസ്സിലായല്ലോ? അപ്പൊ
അത്തരം റെസിഡന്റ് ഡോക്ടേഴ്സും എവിടെ ഉണ്ടായിരിക്കും? ICUവിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ആരാണ് മെഡിക്കൽ സ്റ്റാഫ് എന്ന് മനസ്സിലായി? ഡോക്ടർ തന്നെയാണ്. ICUവിന്റെ ചുമതലയുള്ള ഇന്റൻസിവിസ്റ്റുകളാണ് മെഡിക്കൽ സ്റ്റാഫ്. കൂടുതലും അവിടെ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവർ മാറുന്നത്. റെസിഡന്റ് ഡോക്ടേഴ്സ് അതിൽ ജൂനിയറും സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എൻ ICU ടീം. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് അല്ലെ. അതായത് ഈ പറയുന്ന ICUവിനകത്ത് രോഗികൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓക്സിജനേഷൻ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ, അത്തരം രോഗികളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് നിർബന്ധമായിട്ടും ICUവിനകത്ത് ഉണ്ടായിരിക്കണം. എന്താണ് സോണിയ? റെസിഡന്റ് ഡോക്ടർ ഹൗസ് സർജൻസി ഇതിന്റെ ഡിവിഷനായിട്ട് ഹൗസ് സർജൻസി ചെയ്യുന്നു തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. റെസിഡന്റ് ഡോക്ടേഴ്സ് ഇതാണ് കേട്ടോ, നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഇതിനെന്ന് മനസ്സിലായല്ലോ. ഈ പറയുന്ന രോഗികളുടെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഓക്സിജനേഷൻ ഡിസോർഡേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം രോഗികളെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ ഉണ്ടായിരിക്കുക, ICUവിനകത്ത് ഉണ്ടായിരിക്കുക. പിന്നെന്താണ്? നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ, നഴ്സുമാരുണ്ടായിരിക്കും. അപ്പൊ അവരെ കുറിച്ച് എന്താ പറയുന്നത്? ഹൈലി ട്രെയിൻഡ് ആൻഡ് ഓഫ് എബോവ് ആവറേജ് കോമ്പിറ്റൻസ് അല്ലെ, വളരെ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള, അതുപോലെ എബോവ് ആവറേജ് കോമ്പിറ്റൻസ് എന്നാണ് പറയുന്നത്. കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതൊരു എബോവ് ആവറേജ് കഴിവുള്ള, അത്യാവശ്യം ഒരു പ്രൊഫഷണലി അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു നഴ്സ് ആയിരിക്കണം ICUവിൽ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ റെക്കമെൻഡഡ് നഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറഞ്ഞത് 1:1 or 1:2 ആണ് പറയുന്നത്. അതായത് അവിടെ ഒരു നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് ICUവിനകത്ത് എങ്ങനെയാണ്? ഒന്നിലേക്ക് 1:1 ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിന് ഒരു നഴ്സ്, അല്ലെങ്കിൽ 1:2 ആവാം. അതായത് 2 പേഷ്യൻസിനെ പരിചരിക്കാൻ ഒരു നഴ്സ്. ആ ഒരു രീതിയിലാണ് പ്രൊപ്പോർഷൻ വരുന്നത്. മനസ്സിലായതോ? 1:1 എന്ന് പറയുമ്പോൾ 1 nurse is caring for 1 patient ആണ്. 1:2 എന്ന് പറയുമ്പോൾ 1 nurse is caring for 2 patients. ആ ഒരു റേഷ്യോ ആണ് കേട്ടോ, നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് ICUവിനകത്ത്. പിന്നെ അടുത്തതാണ് ഇത് ഓക്സിലറി പേഴ്സണൽ. ഞാൻ പറഞ്ഞു ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകളെയും അതുപോലെ തന്നെ നഴ്സുമാരെയും അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ജോലിക്കാരല്ലേ, അവരെ അത്തരം ജീവനക്കാരെയാണ് നമ്മൾ ഓക്സിലറി പേഴ്സണൽ എന്ന് പറയുന്നത്. അതിനന്തരത്തിൽ ആരൊക്കെ വരുന്നുണ്ട്? ICU ടെക്നീഷ്യൻസ് അല്ലെ. ICU ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. അതായത് ഈ പറയുന്ന പോലെ ICUവിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇവരെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ് ICU ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? നഴ്സിംഗ് എയ്ഡ്സ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. വാർഡ് ബോയ്സ്, അതുപോലെ തന്നെ ഫീമെയിൽ അറ്റൻഡൻസ് ആൻഡ് സ്വീപ്പേഴ്സ് എന്ന് പറഞ്ഞ നഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വാർഡ് ബോയ്സും ഫീമെയിൽ അറ്റൻഡൻസും ആണ്. വാർഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാർഡ് അസിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ അവര് രോഗികളെ പരിചരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, രോഗികളുടെ ആ ഒരു എന്താ പറയാ ബെഡ് റൂം ഉണ്ടല്ലോ, അവരുടെ ആ റൂം ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഈ പറയുന്ന ബെഡ് ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ബെഡ് ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് വാർഡ് ബോയ്സ് എന്ന് പറയുന്നത്, അഥവാ വാർഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫീമെയിൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗികളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ICUവിൽ കിടക്കുന്ന രോഗികളാണ്, അവരെ കുളിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ഗ്രൂം ചെയ്യുക. ഓക്കെ, അവരെ ഒന്ന് വസ്ത്രമൊക്കെ ധരിച്ച് അവരെ നല്ല രീതിയിൽ ഗ്രൂം ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഓറൽ മെഡിക്കേഷൻസ് കൊടുക്കുക. ഓറൽ മെഡിക്കേഷൻ അവരുടെ തീരുമാനത്തിലെടുക്കുന്നതല്ല, കൺസൾട്ടൻസിന്റെ ആ ഒരു ഇൻസ്ട്രക്ഷനോട് കൂടി ചെയ്യുന്നതാണ് കേട്ടോ. ഓറൽ മെഡിക്കേഷൻസ് കൊടുക്കുക, അതുപോലെ എനിമ പോലുള്ള അങ്ങനെയുള്ളതില് വയറ് കഴുകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഫീമെയിൽ അറ്റൻഡൻസ് എന്ന് പറയുന്നത്. മനസ്സിലാക്കും. ഒരു തരത്തിൽ അവര് നഴ്സുമാരെ സപ്പോർട്ട് ചെയ്യാണ് അല്ലെ, അസിസ്റ്റ് ചെയ്യാണ്, ഹെൽപ്പ് ചെയ്യാണ്. പിന്നെന്താണ്? സ്വീപ്പേഴ്സ് എന്ന് വെച്ചാൽ തൂപ്പുകാരാണ് കേട്ടോ, അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ. ഇത്രയും ആളുകൾ അടങ്ങുന്നതാണ് നമ്മുടെ ഒരു ICU സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ICU ഇൻചാർജ് ഉള്ള ഇന്റൻസിവിസ്റ്റ് ആണ്. അവര് റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും. സീനിയർ ഉണ്ട്, അതിനകത്ത് ജൂനിയർ ഉണ്ട്. റെസിഡന്റ് ഡോക്ടേഴ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ വരുന്നത് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആണ്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസോ മറ്റെന്തെങ്കിലും ഓക്സിജൻ ഡിസോർഡേഴ്സ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അവർ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും.
പിന്നെ പറഞ്ഞത് നഴ്സിംഗ് സ്റ്റാഫാണ് അല്ലെ. അവരെങ്ങനെയായിരിക്കണം? കുറച്ചും കൂടെ ട്രെയിൻഡ് ആയിട്ടുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള, ഒരു എബോ ആവറേജ് കോമ്പിറ്റൻസ് ഉള്ള നഴ്സുമാരായിരിക്കണം. ഒരു ICU-നകത്തെ nurse to patient റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആവാം, ഓർ 1:2 ആവാം. ഓക്കെ. പിന്നെ പറയുന്നത് ഓക്സിലറി പേഴ്സൺ ആണ്. ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫിനെ, നഴ്സിംഗിനൊക്കെ, ഈ പറയുന്ന നഴ്സുമാരെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന, അവരെ പിന്തുണയ്ക്കുന്ന കുറച്ച് സപ്പോർട്ടീവ് എന്താണ് സ്റ്റാഫുകളായിരിക്കും. അതിൽ വരുന്നതാണ് ICU ടെക്നീഷ്യൻസും, അതുപോലെ വാർഡ് ബോയ്സ്, ഈ പറയുന്ന ഫീമെയിൽ അറ്റൻഡൻസ്, പിന്നെ സ്വീപ്പേഴ്സ്, അവരൊക്കെ. ഓക്കെ. അത്രയും. ഇനി ഒരു മിനിറ്റ്. അടുത്തതാണ് രജിസ്ട്രാർ ഇൻ ICU കേട്ടോ. ICUവിലെ രജിസ്ട്രാർ ആരാണ്? ICUവിലെ രജിസ്ട്രാർ എന്നറിയാമോ? ആരാണെന്നറിയാമോ രജിസ്ട്രാർ ICUവിനകത്തെ? മറ്റാരുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് കേട്ടോ. ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. മനസ്സിലായി? നേരത്തെ പറഞ്ഞില്ലേ, MBBS കഴിഞ്ഞു, MD എടുക്കുന്നു, അത് കഴിഞ്ഞൊരു 3 years ഓഫ് റെസിഡൻസിയിൽ ഇരിക്കുന്ന, ഫൈനൽ ഇയർ ഓഫ് റെസിഡൻസിയിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് സീനിയർ റെസിഡന്റ് ഡോക്ടർ. ഓക്കെ. അവരാണ് എന്തെന്ന് പറയുന്നത്? ICUവിലെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വായിക്കാം. വൺ സീനിയർ റെസിഡന്റ് ഹു ബിക്കംസ് രജിസ്ട്രാർ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് MD അല്ലെ. MD കഴിഞ്ഞതിന് ശേഷം, ശരിയല്ല, MD കഴിഞ്ഞിട്ടാണ് 3 വർഷം അവർ സർവീസ് ചെയ്യുന്നത്. സോ ആ ഒരു MD കഴിഞ്ഞിട്ടുള്ള പീരീഡിലുള്ള ആൾക്കാർ, പോസ്റ്റ് MD, വിൽ ഓൾവേസ് ബി ഓൺ ഡ്യൂട്ടി. അവരെപ്പോഴും ICUവിലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും. അവരാണ് ഈ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് രജിസ്ട്രാർ ആയിട്ട് മാറുന്നത് ICUവില്. He or she can be a consultant later after few years of attaining experience. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഒരു few years of experience അവർ അറ്റൈൻ ചെയ്തതിനു ശേഷം പിന്നീട് അവരൊരു കൺസൾട്ടന്റ് ആയിട്ട് മാറണം, ഒരു ഇൻഡിപെൻഡന്റ് ഡോക്ടർ ആയിട്ട് മാറണം. ഇപ്പൊ few years എന്ന് പറഞ്ഞത് സാധാരണ 3 വർഷമാണ് സാധാരണ വരാറുള്ളത് കേട്ടോ. ഓക്കെ. പിന്നെ അവരുടെ ഡ്യൂട്ടി ടൈം എന്താണ് എങ്ങനെയാണ് അവരുടെ ഡ്യൂട്ടി ടൈം? ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് എന്ന് പറയുന്നത് 12 hours ഡ്യൂട്ടിയാണ്. 12 മണിക്കൂറാണ് കേട്ടോ. 12 മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? ദ സീനിയർ റെസിഡന്റ് ഹാസ് ദ റൈറ്റ് ടു സ്റ്റാർട്ട് ആൻഡ് പെർഫോം എമർജൻസി ട്രീറ്റ്മെന്റ് വിച്ച് മേ ബി ഇൻഎവിറ്റബിൾ വിത്തൗട്ട് പെർമിഷൻ. എന്താണ് ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനിവാര്യമായത് കേട്ടോ, ഒഴിച്ചുകൂടാനാവാത്തത്. അതായത് ഈ പറയുന്ന ഒഴിച്ചുകൂടാനാവാത്ത ചില സാഹചര്യങ്ങളില് കൺസൾട്ടന്റിന്റെ അനുവാദമില്ലാതെ രോഗിയെ പരിചരിക്കുന്നതിന്, രോഗി പരിചരണത്തിന്, രോഗിയെ ചികിത്സിക്കുന്നതിന് തുടക്കം കുറിക്കാനും അവരെ ട്രീറ്റ് ചെയ്യാനും ഈ പറയുന്ന ചികിത്സ നടപ്പിലാക്കാനുമുള്ള ഒരു അവകാശം ആർക്കുണ്ട്? സീനിയർ റെസിഡന്റ് ഡോക്ടറിനുണ്ട്. മനസ്സിലായോ? അതായത് എന്തെങ്കിലും എമർജൻസി വരുവാണ്, പെട്ടെന്ന് വരുമ്പോൾ അന്നേരം കൺസൾട്ടന്റിനെ വിളിച്ച് ചോദിച്ച്, അല്ലെങ്കിൽ അവരുടെ ഉപദേശം എടുത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു ടൈമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ അത് അത്ര നല്ലതായിരിക്കണം എന്നില്ല, കാരണം ജീവന്റെ കാര്യമാണ് അല്ലെ. അപ്പൊ ഒരു സെക്കൻഡും അവിടെ ബലപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇൻഎവിറ്റബിൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അല്ലെ. ഒഴിച്ചുകൂടാനാവാത്ത ഏതെങ്കിലും സാഹചര്യത്തില് ഈ പറയുന്ന അനുവാദമില്ലാതെ, ആരുടെ അനുവാദമില്ലാതെയാണ്? കൺസൾട്ടന്റിന്റെ അനുവാദമില്ലാതെ തന്നെ ഈ പറയുന്ന രോഗിയെ ചികിത്സിക്കാൻ, അല്ലെങ്കിൽ ആ ചികിത്സയ്ക്ക് തുടക്കം കുറിക്കാനും അവരെ പരിചരിക്കാനുമുള്ള ഒരു അവകാശം ആർക്കുണ്ട്? ഈ പറയുന്ന സീനിയർ റെസിഡന്റ് ഡോക്ടർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ലേറ്റർ കൺസൾട്ടൻസ് മസ്റ്റ് ബി ഇൻഫോംഡ്. പിന്നെ അതിനുശേഷം നമ്മൾ ആരെ അറിയിച്ചാൽ മതി? കൺസൾട്ടൻസിനെ ഇൻഫോം ചെയ്താൽ മതിയാവും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് രജിസ്ട്രാർ ഇൻ ICU എന്ന് പറയുമ്പോൾ ICU രജിസ്ട്രാർ ആകുന്നത് ആരാണ്? ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ്. പിന്നെ പറഞ്ഞു നമ്മൾ അവരുടെ ഒരു ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നുണ്ട് അല്ലെ, 12 മണിക്കൂറാണ് അവരുടെ ഒരു ഡ്യൂട്ടി ടൈം. നല്ല വർക്ക് ഉണ്ടാവും അവർക്ക്. മനസ്സിലായോ? അവരെ സംബന്ധിച്ച് അവർക്ക് പഠിക്കാനുണ്ടായിരിക്കും, ഈ പറയുന്ന രോഗിയെ പരിചരിക്കാനുണ്ടാവും, അങ്ങനെ ഒത്തിരി നല്ല വർക്കിലോടുള്ളൊരു ടൈമാണ് അവരുടെ. ആ ഒരു സമയമാണ്. പിന്നെ ഈ പറയുന്ന പോലെ കൺസൾട്ടൻസിന്റെ അനുവാദമില്ലാതെ, പ്രത്യേകം പറയാണ്, ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ കേട്ടോ, എല്ലാ സാഹചര്യത്തിലല്ല, ഒഴിച്ചുകൂടാനാവാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ രോഗിയെ പരിചരിക്കാനുള്ള ഒരു അവകാശം സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മള് എന്താണ് കൊൽക്കത്തയില് ഒരു മൗമിത എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ
റേപ്പ് ചെയ്ത് കൊല്ലണ്ടായി അല്ലെ, വാർത്തയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെന്നൊക്കെ പറഞ്ഞ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരു സമയമായിരുന്നു അല്ലെ. ഈ പറയുന്ന MBBS കഴിഞ്ഞു, MD കഴിഞ്ഞു, അവര് എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല വർക്ക് ലോഡ് ഉണ്ടായിരിക്കും കേട്ടോ, നല്ലോണം ജോലിയും കാര്യങ്ങളും ഭയങ്കര ഹെക്റ്റിക് ആണ്. അപ്പൊ ആ ഒരു ടൈമിൽ ഇരിക്കുന്ന ഇൻഡസ്ട്രിയിൽ പറഞ്ഞപ്പോ ഓർത്തുനിന്ന് മാത്രം അങ്ങനെയുള്ളത് കേട്ടോ, റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് അവര്. അങ്ങനെ അടുത്തതാണ് എന്ത്, ജൂനിയർ റെസിഡന്റ് ഇൻ ICU കേട്ടോ. സീനിയർ നമ്മൾ മനസ്സിലായല്ലോ, അവരാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നതാണ് ജൂനിയർ റെസിഡന്റ് ഇൻ ICU അല്ലെ. ICUവിനകത്ത് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് വായിക്കാം, ഒരു മിനിറ്റ്. ചെറിയൊരു കോൾഡ് ഉള്ളായിരുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ട്, ഇടയ്ക്ക് ഇങ്ങനെ മൂക്ക് ചീറ്റണ പോലെ ഒരു ഫീലിംഗ് വരാണ്. ഇന്നലെ വരെ കുഴപ്പമുണ്ടായിരുന്നില്ല, രാത്രി ആയപ്പോ കുറച്ച് തുമ്മലും ചീറ്റലൊക്കെ വന്നു. ഇപ്പൊ രാവിലെ ആയപ്പോഴേക്കും ചെറിയൊരു കോൾഡിന്റെ ആരംഭമുണ്ട്, പനിയൊക്കെ വരാൻ പോകുന്ന ഒരു അവസ്ഥ. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ജൂനിയർ റെസിഡന്റ് ഇൻ ICU കേട്ടോ. ICUവിനകത്ത് ജൂനിയർ റെസിഡന്റ് ആരാണ്, റെസിഡന്റ് ഡോക്ടർ ആരാണെന്നാണ് പറയുന്നത് കേട്ടോ. 1 ഡോക്ടർ ഇൻ ട്രെയിനിങ്, ബ്രാക്കറ്റില് സോറി മെഡിസിൻ ഞാൻ കഴിച്ചു. മെഡിസിൻ കഴിച്ചല്ലെങ്കിൽ പനിയും മാറും, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് 1 ഡോക്ടർ ഇൻ ട്രെയിനിങ് വിൽ ബി ഓൺ ഡ്യൂട്ടി ഇൻ യൂണിറ്റ് ഡേ ആൻഡ് നൈറ്റ്. എന്താണ് പറയുന്നത്, ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണെന്നാണ് പറയുന്നത്. അവരെന്താണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഡ്യൂറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെ, പോസ്റ്റ് ഗ്രാജുവേഷൻ പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ്, MD ചെയ്യുന്നത്. നമ്മൾ സീനിയർ റെസിഡന്റ് ഡോക്ടർ പറഞ്ഞപ്പോ ബ്രാക്കറ്റിൽ പോസ്റ്റ് MD എന്നാണ് കൊടുത്തത് അല്ലെ, MD കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. ഇവരെന്ന് പറഞ്ഞാല് ഡ്യൂറിങ് ദ പോസ്റ്റ് ഗ്രാജുവേഷൻ MD പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. അവരെപ്പോഴും ICU ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും, ഡേ ആൻഡ് നൈറ്റ് ആണ് പറയുന്നത്. 24 hours ഡ്യൂട്ടി ഒക്കെ വരുന്ന ഡോക്ടേഴ്സ് ആണ് കേട്ടോ. ഇനി എന്താണ് അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ദ ഡ്യൂട്ടി വുഡ് ഇൻക്ലൂഡ് കീപ്പിംഗ് ദ പേഷ്യൻസ് റെക്കോർഡ് വൈൽ ഇൻ ICU ആൻഡ് പ്രിപ്പയറിംഗ് സമ്മറീസ്. അതായത് ICUവിലുള്ള പേഷ്യൻസിന്റെ എല്ലാവിധ റെക്കോർഡ്സുകൾ അല്ലെ, പേഷ്യന്റ് റെക്കോർഡ്സുകൾ എല്ലാം തന്നെ കീപ്പ് ചെയ്യുകയും ഓരോ രോഗിയുടെയും രോഗാവസ്ഥയെ സംബന്ധിച്ചുള്ള സമ്മറികളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അവരുടെ ഇപ്പൊ എത്ര രോഗികൾ അവിടെ ഉണ്ട്, ആ ഓരോ രോഗികളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ കണ്ടീഷൻസ് എല്ലാം തന്നെ സമ്മറൈസ് ചെയ്യണം. അവര് മനസ്സിലായോ, ആ രോഗിക്ക് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ മെഡിസിൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ അവരിൽ കാണുന്നുണ്ട്, ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും സമ്മറൈസ് ചെയ്ത് സൂക്ഷിക്കാൻ ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വമാണ് ആർക്കുള്ളത്, ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന് ഉള്ളത്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ICUവിലെ ആദ്യം നമ്മൾ പറഞ്ഞ ICU ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു, ICUന്റെ സ്റ്റാഫിംഗ് നമ്മൾ മനസ്സിലാക്കി, പിന്നെ ICUന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് ആരാണ്, അതുപോലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്താണ്, സീനിയർ റെസിഡന്റ് ഡോക്ടർ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. എന്താണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ? അതായത് ICUവിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു മാനദണ്ഡം എന്താണ്, അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ICUവിലേക്ക് ഒരു രോഗിയെ പ്രവേശിപ്പിക്കുന്നത്? ചില കാര്യങ്ങളെ, ചില ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് രോഗി പ്രവേശനം നടത്തുന്നത് ICUവിലേക്ക്. അതെന്ന് വെച്ചാൽ വരുന്ന ആളുകളെ വെറുതെ ഒന്നും ICUവിലേക്ക് നമുക്ക് പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ICU അഡ്മിഷൻ നടത്തുന്നത്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. ടു ഒപ്റ്റിമൈസ് ICU resources and enhance outcomes, ICU admissions should be guided on the basis of a combination of factors. എന്ന് പറഞ്ഞാല് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാല്, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിന്, ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിനെ വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറയുന്നത്. മനസ്സിലായോ? ഏതെങ്കിലും ഒരു കാര്യത്തിനെ നല്ല രീതിയിൽ വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ കാര്യക്ഷമമായിട്ട് പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഒപ്റ്റിമൈസ് എന്ന് പറയുന്നത്. എന്താണ് ചോബി? വീക്ഷിക്കുക. ഓക്കെ, നല്ല രീതിയിൽ പ്രയോഗത്തിൽ കൊണ്ടുവരിക കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ടു ഒപ്റ്റിമൈസ് ICU റിസോഴ്സസ്, അതായത് ഈ പറയുന്ന ICU റിസോഴ്സസ് നല്ല രീതിയിൽ പ്രയോഗിക്കാനും പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിനും, അതുപോലെ തന്നെ എൻഹാൻസ്ഡ് ഔട്ട്കംസ് അല്ലെ, ICUവിന്റെ
ആ ഒരു റിസൾട്ട് കുറേ കൂടെ ഉയർത്താനുമായിട്ട് ICU അഡ്മിഷൻ എന്ന് പറയുന്നത് ചില ഫാക്ടേഴ്സിന്റെ ബേസിലാണ് നടത്തുന്നത്. ചില ഘടകങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ICU അഡ്മിഷൻ നടത്തുന്നത്. എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ് പഠിക്കണം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യൻസ് സിവിയറിറ്റി ഓഫ് ഇൽനെസ് അല്ലെ. അതായത് ഒരു രോഗിയുടെ രോഗാവസ്ഥയുടെ തീവ്രതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം ICUവിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെ. ഇപ്പൊ എല്ലാ രോഗികൾക്കും ഒരേ അവസ്ഥയായിരിക്കുന്നില്ല. പല രോഗികൾക്കും വളരെ തീവ്രമായിട്ടുണ്ടെങ്കിൽ കുറേ 2-3 രോഗികൾ വന്നു. പക്ഷെ അവരില് ആർക്കാണോ ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു രോഗാവസ്ഥയുള്ളത് അതിന് മുൻഗണന നൽകിക്കൊണ്ട് വേണം നമ്മൾ ICUവിന്റെ അഡ്മിഷൻ നടത്താൻ കേട്ടോ. അപ്പൊ അത് ഒന്നാമത്തെ ഫാക്ടറാണ് കേട്ടോ. എന്താണ്? പ്രയോറിറ്റൈസേഷൻ അല്ലെ. പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിവിയറിറ്റി ഓഫ് ഇൽനെസ് അല്ലെ. അതായത് രോഗികളുടെ രോഗാവസ്ഥയുടെ തീവ്രതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം ഒരു ICU അഡ്മിഷൻ നടത്തേണ്ടത്. ഒന്നാമത്തെ ഫാക്ടർ കിട്ടി. ഇനി രണ്ടാമത്തെ ഘടകം എന്താണ് പറയുന്നത്? സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ് അല്ലെ. സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യേക രോഗികളുടെ ആവശ്യങ്ങൾ. എങ്ങനെയാണ്? എക്സാമ്പിൾ എന്താ പറയുന്നത്? ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ് അല്ലെ. ചില രോഗി സ്പെഷ്യൽ രോഗികൾ അല്ലെ. ഈ പറയുന്ന പ്രത്യേക രോഗികൾ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ചില രോഗികൾക്ക് അവരുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മറ്റു പല പരിചരണം അവർക്ക് ആവശ്യമുള്ളൂ. ഓൾറെഡി നമുക്കറിയാം ICU എന്ന് പറയുമ്പോൾ അവരെല്ലാവരും തന്നെ സ്പെസിഫിക് പേഷ്യൻസ് തന്നെയാണ് അല്ലെ. അതായത് പ്രത്യേക ആവശ്യങ്ങളുള്ള രോഗികളാണ്. പ്രത്യേക ആവശ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ആവശ്യമാണ്? ഈ പറയുന്ന ട്രീറ്റ്മെന്റിന് ആവശ്യമുള്ള രോഗികളാണ് അല്ലെ. അവരുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ചില എക്യുപ്മെന്റ്സിന്റെ സഹായം അവർക്ക് വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ചില സ്പെഷ്യൽ പരിചരണം ആവശ്യമായിട്ടുള്ള രോഗികൾ ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരം രോഗികളുടെ ആവശ്യങ്ങൾ അതൊരു ഫാക്ടറാണ് കേട്ടോ. അതാണ് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് എന്ന് പറയുന്നത്. അതായത് പ്രത്യേക രോഗികളുടെ ആവശ്യങ്ങൾ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ആണ് കേട്ടോ. അടുത്തത് എന്താണ്? ഡയഗ്നോസിസ് ആണ്. അതായത് രോഗനിർണയം എന്ന് പറഞ്ഞാല് ചില രോഗങ്ങളുടെ ഡയഗ്നോസിസ് ഈ പറയുന്ന പോലെ ICU അഡ്മിഷന് ഒരു കാരണമാവാറുണ്ട്. ശരിയല്ലേ? ചില രോഗങ്ങളുടെ, എല്ലാ രോഗങ്ങളുടെ അല്ല, അത് ആ രോഗങ്ങളുടെ സിവിയറിറ്റിക്ക് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ബ്ലീഡിംഗ്, ദഹനനാളത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവം, അത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതുപോലെ അക്യൂട്ട് സ്ട്രോക്ക് അല്ലെ. ഇപ്പൊ സ്ട്രോക്ക് വരിക, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വരിക, അതൊക്കെ അങ്ങനെയുള്ള രോഗങ്ങളുടെ ഒരു ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ ഒന്നും തന്നെ ആലോചിക്കാതെ അത്തരം രോഗികളെ നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും? ICUവിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരും. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള രോഗികളെയാണ് നമ്മൾ ICUവിൽ പരിചരിക്കുന്നത്. അപ്പം ചില രോഗങ്ങളുടെ ആ ഒരു രോഗനിർണയം എന്തിന് ഒരു കാരണമാണ്? ICU അഡ്മിഷന് ഒരു കാരണമായിട്ടൊരു ഫാക്ടറാണ്. അടുത്തത് പറയുന്നതാണ് പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഡിക്ഷൻ ആണ്, അതായത് പ്രവചനമാണ്. പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ പറയുന്ന ചില രോഗികളെ സംബന്ധിച്ച് ഇപ്പൊ ഡോക്ടർമാർക്ക് തോന്നുകയാണ് ചില രോഗികൾ അവരുടെ രോഗാവസ്ഥ വളരെ മോശമാണെന്ന് അവർക്ക് ഒരു ക്രിട്ടിക്കൽ കെയർ കൊടുക്കുകയാണെങ്കിൽ, ICUവിലോട്ട് മാറ്റി ഒരു ക്രിട്ടിക്കൽ കെയർ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു നല്ലൊരു ഔട്ട്കം അവർക്ക് കിട്ടും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുറെ കൂടെ അവരെ റിക്കവർ ചെയ്ത് ഹെൽത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു പ്രഡിക്ഷൻ വരാം അല്ലെ, ഒരു പ്രവചനം വരാം. അപ്പൊ അതും ഒരു ഫാക്ടറാണ്, ICU അഡ്മിഷനുള്ള ഒരു ഫാക്ടറാണ് പ്രോഗ്നോസിസ് എന്ന് പറയുന്നത്. ചില രോഗികൾ നമുക്കൊരു ഈ പറയുന്ന ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനെ അറിയാൻ പറ്റും ആ രോഗിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരുടെ കണ്ടീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പ്രഡിക്ഷൻ വരികയാണ്, ഇവർക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പോരാ, അവർക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയാ വളരെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കുകയാണെങ്കിൽ അവരുടെ അവസ്ഥ കുറെ കൂടെ ബെറ്റർ ആകും. അപ്പൊ അങ്ങനെ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്നോസിസ് അതും ഒരു ഫാക്ടറാണ് ICU അഡ്മിഷൻ. ക്ലിയർ ആയല്ലോ. അടുത്തത് എന്താണ് പറയുന്നത്? പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ്? എവിടെ നിന്ന്? അതായത് ചില ഇടപെടലുകളിൽ നിന്ന് സാധ്യതയുള്ള നേട്ടം, അതാണ് ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല്. എന്തിനുള്ള ഇടപെടലുകളാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോഗ്നോസിസ് പോലെ തന്നെയാണ്. അതായത് ഈ ഒരു രോഗിയുടെ ട്രീറ്റ്മെന്റില് ചില നല്ല ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ അവര് കുറെ കൂടെ ബെറ്റർ ആവും, അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം കിട്ടും എന്ന് ഉറപ്പുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു ഫാക്ടറാണ് എന്തിലേക്ക്? ICU അഡ്മിഷനുള്ള ഒരു പ്രവേശനത്തിനുള്ള ഒരു ഫാക്ടറാണ്. ക്ലിയർ ആയല്ലോ. പിന്നെ എന്താ പറയുന്നത്? ബെഡ് അവൈലബിലിറ്റി ആണ്, അതായത് കിടക്കുകളുടെ ലഭ്യത അല്ലെ. നമുക്കറിയാം ഒരു ICU എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അവിടെ ലാവിഷായിട്ട് ബെഡ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. വെരി ഫ്യൂ ബെഡ്സ് മാത്രമാണ് ഒരു ICUവിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ബെഡ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ICU അഡ്മിഷനുള്ള എന്താണ് ഒരു ബേസ് ആണ്, മീൻസ് ഒരു ഫാക്ടറാണ്. എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തത് പ്രയോറിറ്റൈസേഷൻ അല്ലെ. പ്രയോറിറ്റൈസേഷൻ അത് ഇതിന് ബേസ് ചെയ്തിട്ടാണ് അക്കോർഡൻസ് വിത്ത് സിവിയറിറ്റി ഓഫ് ഇൽനെസ് അല്ലെ. രോഗിയുടെ രോഗാവസ്ഥയുടെ ആ ഒരു തീവ്രതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം ICUവിന്റെ അഡ്മിഷൻ നടത്തേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന പ്രത്യേക രോഗികളുടെ ആവശ്യങ്ങൾ, അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യേണ്ട ചില പ്രത്യേക രോഗികൾ ഉണ്ടാവും. അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ICU അഡ്മിഷൻ നടത്തണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഡയഗ്നോസിസ് ആണ്. ചില രോഗങ്ങളുടെ ഡയഗ്നോസിസ് അത് നേരിട്ട് ഈ പറയുന്ന ICU അഡ്മിഷനിലേക്ക് കാരണമാവാറുണ്ട്. അപ്പൊ അതൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെയാണ് പ്രോഗ്നോസിസ്, പ്രവചനം എന്ന് പറയുന്നത് ഒരു പ്രഡിക്ഷൻ ആണ്. ഈ രോഗിയെ നല്ലൊരു കെയർ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റി ആ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആകും എന്നൊരു പ്രോഗ്നോസിസ്, എന്നൊരു പ്രഡിക്ഷൻ, അതും ഒരു ഫാക്ടറാണ്. പിന്നെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്, ട്രീറ്റ്മെന്റിൽ നടത്തുന്ന ചില നല്ല ഇടപെടലുകൾ മൂലം ഒരു പോസിറ്റീവ് ഔട്ട്കം കിട്ടുകയാണെങ്കിൽ അതാണ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് എന്നത് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഫാക്ടറാണ്. പിന്നെ പറയുന്നത് ബെഡ് അവൈലബിലിറ്റി ആണ്, അതായത് കിടക്കകളുടെ ഒരു ലഭ്യത. മനസ്സിലായല്ലോ? അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആണ്. എന്താണ് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്? അതായത് ഒരു ICUവിനകത്ത് ദൈനംദിനം അല്ലെങ്കിൽ ഡേ ടു ഡേ നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല, അങ്ങനെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവരിവിടെ പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. എന്താണ്? കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ICU. എന്താണ് പറയുന്നത്? കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ICU. ICUയിലുള്ള ഒരു പേഷ്യൻസിന്റെ കാര്യക്ഷമമായിട്ടുള്ള ഒരു പരിചരണത്തിന് വേണ്ടിയിട്ട് അവരുടെ പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കും. എന്താണ് പാരന്റ് യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഒരു കാർഡിയാക് ICU ആണെന്നിരിക്കട്ടെ, CICU, കാർഡിയാക് ICU, അതിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഒരു രോഗി, അവരെ ആ ഒരു ICUയിലോട്ട് അല്ലെങ്കിൽ ഒരു CICUയിലോട്ട് റെഫർ ചെയ്യുന്ന ചിലപ്പോൾ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം അല്ലെ. ആ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് ഇയാളുടെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അയാള് ഈ പറയുന്ന ICUവിനകത്തേക്ക് റെഫർ ചെയ്യുന്നത്. അപ്പൊ ഏത് വിഭാഗമാണോ ICUവിലേക്ക് ആ രോഗിയെ റെഫർ ചെയ്യുന്നത് ആ വിഭാഗമാണ് അതിന്റെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത്തരം പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ എപ്പോഴും ICUവിന് ഉണ്ടായിരിക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ICU എന്ന് പറയുന്നത് തീവ്ര പരിചരണമാണ് കൊടുക്കുന്നത്. എങ്ങനെ അവരെ പരിചരിക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അയാളിൽ ശ്രദ്ധിക്കാനുണ്ട്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു എന്താ പറയാ സിസ്റ്റമാണ് അവിടെ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് പാരന്റ് യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു രോഗിയുടെ ശരിയായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ആ ICUവിലേക്ക് ആ രോഗിയെ റെഫർ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ, ഏത് യൂണിറ്റ് ആണോ, അതാണ് ICUവിന്റെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. പിന്നെ റൂട്ടീൻ ICU റൗണ്ട്സ് ഷാൾ ബി ഹെൽഡ് ഇൻ മോർണിംഗ് അറ്റ് 9 to 11 AM under whom the patient is admitted. അതായത് ഒരു റുട്ടീൻ ICU റൗണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് സമയത്തായിരിക്കണം? മോർണിംഗ് ആയിരിക്കണം. രാവിലെ ഏകദേശം ഒരു 9 to 11 ആ ഒരു സമയത്തിനുള്ളിലായിരിക്കണം ICU റൗണ്ട്സ് ഉണ്ടായിരിക്കുന്നത്. കാര്യം എന്താണ്? ദ മെയിൻ ഡിസിഷൻ റിഗാർഡിംഗ് ദ ട്രീറ്റ്മെന്റ്സ് ഈസ് ടേക്കൺ ഇൻ ദീസ് റൗണ്ട്സ്. അതായത് രോഗിയെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഒരു റൗണ്ട്സിന്റെ സമയത്തായിരിക്കും. മനസ്സിലായോ? ICU ഒരു റുട്ടീൻ ആയിട്ടുള്ള ഒരു ICU റൗണ്ട്സ് സാധാരണ നടത്തേണ്ടത് മോർണിംഗിലാണ്, രാവിലെയാണ്. ഒരു 9 to 11 AM വരെയുള്ള ആ ഒരു ടൈമിലാണ് ICU റൗണ്ട്സ് നടത്തേണ്ടത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രോഗിയുടെ രോഗാവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ആ ഒരു റൗണ്ട്സിന്റെ സമയത്തായിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? ദ ട്രീറ്റ്മെന്റ് ഇനീഷ്യേറ്റഡ് ടു പേഷ്യൻസ് ഈസ് റിട്ടേൺ ബൈ ദ സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ഇൻ ICU. ഒരു കോമ വേണം കേട്ടോ, കോമ. എക്സ്റ്റെൻസീവ് കെയർ ഇസ് ഗിവൺ ടു പേഷ്യന്റ്. ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ നമ്മളൊരു പോയിന്റ് പറഞ്ഞിരുന്നു അല്ലെ,
സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ചില അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കൺസൾട്ടന്റിന് അനുവാദം ഇല്ലാതെ തന്നെ പേഷ്യൻസിനെ ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും അത് നടപ്പിലാക്കാനുമുള്ള ഒരു അവകാശം ആർക്കുണ്ട്? സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിനുണ്ടായിരിക്കും. അതിലായിരിക്കും ഓൺ ഡ്യൂട്ടിയിൽ ഉണ്ടാവുക. ഐസിയുവില് ഓൺ ഡ്യൂട്ടിയിൽ ഉണ്ടാവുന്നത് ഈ പറയുന്ന സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ സാധാരണയായിട്ട് ഈ പേഷ്യൻസിന് കൊടുക്കുന്ന ചികിത്സ അല്ലെ, പേഷ്യൻസിന് കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് ആരായിരിക്കും അത് നടത്തുന്നത്? ബൈ ദ സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ഇൻ ഐസിയു. ഐസിയുവിനകത്തുള്ള ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർമാരായിരിക്കും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഓക്കെ. പിന്നെ മാത്രമല്ല, എക്സ്റ്റെൻസീവ് കെയർ ഇസ് ഗിവൺ ടു പേഷ്യന്റ്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായിട്ടുള്ള ഒരു പരിചരണമാണ് അവിടെ രോഗിക്ക് നൽകുന്നത്. നമുക്കറിയാലോ, ഒരു ഐസിയുവിനകത്ത് വളരെ സമഗ്രമായിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു പരിചരണമാണ് രോഗികൾക്ക് കൊടുക്കുന്നുണ്ടാവുക. ഇത് പറയുമ്പോൾ ഇതിനകത്ത് വലിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും അല്ല പറയുന്നത്, കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ. ഈ പറയുന്ന പോലെ ഇപ്പോഴും ഒരു നല്ല ഈ പറയുന്ന രോഗിയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പാരന്റ് യൂണിറ്റുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ICU റൗണ്ട്സ് സാധാരണ മോർണിംഗിലായിരിക്കണം. അത് ഏകദേശം ഒരു 9 to 11 AM ടൈമിലായിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ രോഗിയെ സംബന്ധിക്കുന്ന പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്നത് ആ ഒരു റൗണ്ട്സിന്റെ ടൈമിലായിരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് ഈ ഒരു പേഷ്യൻസിന് കൊടുക്കുന്ന ചികിത്സ അത് ആരാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ആരാണ് ആ ഒരു ചികിത്സ എക്സിക്യൂട്ട് ചെയ്യുന്നത്? സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും. പൊതുവെ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ഈ പറയുന്ന അണ്ടർ ഗൈഡൻസ് ഓഫ് കൺസൾട്ടൻസ് കേട്ടോ, കൺസൾട്ടൻസിന്റെ ഒരു ഗൈഡൻസിൽ നിന്നുകൊണ്ടാണ് സീനിയർ ഡോക്ടേഴ്സ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റിലൊക്കെ എടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ചില സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അനുവാദം ഇല്ലാതെ തന്നെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെ വളരെ വിപുലമായിട്ടുള്ള ഒരു പരിചരണമാണ് ഒരു പേഷ്യൻസിന് കൊടുക്കുന്നത്, ICU പേഷ്യൻസിന് കൊടുക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും എടുത്താൽ മതി. കാര്യം എനിക്കും അത്ര ഒരു സുഖം തോന്നുന്നില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങള് ഞാനൊന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാണ് കേട്ടോ, കൺക്ലൂഡ് ചെയ്ത് പറയാണ്. അപ്പൊ നമ്മള് പല ടൈപ്പ് ഓഫ് ICU നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടങ്ങിയത് സ്ട്രക്ചർ അല്ലെ, ഘടനയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ICUവിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് ഓപ്പൺ യൂണിറ്റ് ICU, അതോടൊപ്പം തന്നെ ക്ലോസ്ഡ് യൂണിറ്റ് ICU. ഒരു കാര്യം ചെയ്യും, ഈ ഓപ്പൺ യൂണിറ്റ് ICU എന്താണെന്നും ക്ലോസ്ഡ് യൂണിറ്റ് ICU കുറച്ച് ഇലാബറേറ്റ് ചെയ്തിട്ടല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഞാനൊരു സിമ്പിൾ സെന്റൻസ് ആക്കിയിട്ട് പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്, ജസ്റ്റ് ഫോർ റെഫറൻസ് കേട്ടോ, അത്രയേ ഉള്ളൂ. ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഓപ്പൺ യൂണിറ്റ് ICU, ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്താണ് വെറുതെ എഴുതി വെച്ചത്. ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഫോർ റെഫറൻസ് കേട്ടോ, റെഫറൻസിന് വേണ്ടി മാത്രമാണ് തരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതില് പറഞ്ഞിട്ടുണ്ട്, ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നീട് ക്ലാസ്സിൽ കയറാതെ അല്ലെങ്കിൽ വായിക്കുന്ന ചിലപ്പോൾ മനസ്സിലാവില്ല, കൺഫ്യൂഷൻ വരും. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് എഴുതി വെച്ചേക്കാം. ഓപ്പൺ യൂണിറ്റ് എന്ന് എഴുതി വെച്ചോട്ടോ, എഴുതിക്കോളൂ. പ്രൈമറി ഓപ്പൺ യൂണിറ്റ് ആണ് പറയുന്നത്. പ്രൈമറി ഫിസിഷ്യൻ എഴുതുന്നില്ലേ? പ്രൈമറി ഫിസിഷ്യൻ, PRIMARY, പ്രൈമറി ഫിസിഷ്യൻ, PHYSICIAN physician is responsible for RESPONSIBLE, responsible for, for admission, 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 comma, treatment, TREAT, MENT, treatment, and discharge of the patient. Discharge in the spell DISCHARGE, discharge of the patient. ഒന്നുകൂടെ പറയാണ് ഓപ്പൺ യൂണിറ്റ് ICU എന്താണെന്നുള്ളത്. Primary physician is responsible for admission, treatment and discharge of the patient. മനസ്സിലായോ? അതായത് ഒരു രോഗിയെ ആ ഒരു ICUവിനകത്ത് അഡ്മിറ്റ് ചെയ്യുന്നതും പ്രവേശിപ്പിക്കാനും പരിചരിക്കാനും എന്തിനു പറയുന്നത് ഡിസ്ചാർജ് ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? പ്രൈമറി ഫിസിഷ്യൻ ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. എവിടെ? ഓപ്പൺ യൂണിറ്റിനകത്ത്.
സിമ്പിൾ ആയിട്ട് അങ്ങനെ മനസ്സിലാക്കിയാലും കേട്ടോ. അടുത്തത് കിട്ടിയില്ലേ നിങ്ങൾക്ക്? കിട്ടിയോ? അടുത്തത് ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്നാണ്. ക്ലോസ്ഡ് യൂണിറ്റ് ഒന്ന് എഴുതിക്കോളൂ, ഹൈഫൺ ഇട്ട് എഴുതാം. റെസ്പോൺസിബിലിറ്റി ഫോർ സ്പെൽ ചെയ്യാം RESPONSIBILITY. റെസ്പോൺസിബിലിറ്റി ഫോർ admission ADMISSION admission, treatment TREATMENT treatment, and discharge 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 of the patient 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 is transferred to TRANSFERRED transferred to a specialized ICU team, specialized 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 ICU team TEAM team. ഇവിടെ വായിക്കാണ് ക്ലോസ്ഡ് യൂണിറ്റ് ICU. Responsibility for admission, treatment, and discharge of the patient is transferred to a specialized ICU team. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയില്ലേ? രണ്ടും ഒന്നുകൂടെ വായിക്കാൻ കേട്ടോ. ഓപ്പൺ യൂണിറ്റ് നമ്മൾ എഴുതിയത് പ്രൈമറി ഫിസിഷ്യൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്. അതാണ് പ്രൈമറി യൂണിറ്റ്. ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഫോർ അഡ്മിഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ സ്പെഷ്യലൈസ്ഡ് ICU ടീം. അല്ലെ? ക്ലോസ്ഡ് യൂണിറ്റ് ആകുമ്പോൾ അവിടെ ഈ പറയുന്ന രോഗിയെ പ്രവേശിപ്പിക്കാനും പരിചരിക്കുന്നതിനും ഇതിനും ഡിസ്ചാർജ് ചെയ്യുന്നതിനുമായിട്ടുള്ള എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ആർക്കാണ് കൊടുക്കുന്നത്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ICU ടീമിനാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്റൻസിവിസ്റ്റുകൾക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ആരാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് എന്നതാണ് അവ തമ്മിലുള്ളൊരു വ്യത്യാസം കേട്ടോ. ക്ലോസ്ഡ് ഓപ്പൺ ആകുമ്പോൾ പ്രൈമറി ഫിസിഷ്യൻ ആണ്, ക്ലോസ്ഡ് ആകുമ്പോൾ ഈ പറയുന്ന ICU ടീമാണ്. കൂടുതൽ ബെറ്റർ ICU ടീമാണ്. ക്ലിയർ ആണല്ലോ? അത് ഞാൻ റെഫറൻസിന് വേണ്ടി എഴുതി തന്നതാണ് കേട്ടോ. കാര്യം ഇത് മൊത്തം നമ്മൾ വായിച്ചു നോക്കുമ്പോഴേ പെട്ടെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. അപ്പൊ നമ്മൾ അത് കണ്ടു, ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും കണ്ടു. പിന്നെ നമ്മൾ സ്റ്റാഫിങ് പറഞ്ഞു അല്ലെ? സ്റ്റാഫിങ് എങ്ങനെയൊക്കെയായിരുന്നു? 4 പേരാണ്. മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഓക്സിലറി പേഴ്സൺ ഉണ്ടാവും. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ആണ്, അത് ICU ഇൻചാർജ് ഉള്ളവരാണ് ഈ പറയുന്ന റെസിഡന്റ് ഡോക്ടേഴ്സ്, സീനിയർ ആൻഡ് ജൂനിയർ. നഴ്സിംഗ് സ്റ്റാഫിൽ നമ്മൾ പറഞ്ഞത് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള, അതുപോലെ എബോവ് ആവറേജ് കോമ്പീറ്റൻസ് ഉള്ള ആളുകളായിരിക്കും സ്റ്റാഫുകളായിരിക്കും നഴ്സ്. ഓക്കെ. പിന്നെ അവിടെ ഒരു നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 or 1:2 ആയിരിക്കും. പിന്നെ ഒരു ഈ പറയുന്ന റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് രോഗികൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവരെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫിനെയും നഴ്സിംഗ് സ്റ്റാഫിനെയും അസിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന, അവരെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാഫുകളെയാണ് നമ്മൾ ഓക്സിലറി പേഴ്സണൽ എന്ന് പറയുന്നത്. അതിനകത്ത് ICU ടീമും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വാർഡ് ബോയ്സ്, മറ്റേ ഫീമെയിൽ അറ്റൻഡൻസ്, സ്വീപ്പേഴ്സ് ഒക്കെ അതിനകത്ത് വരും കേട്ടോ. അവരൊരുമിച്ചാണ് നമ്മൾ നഴ്സിംഗ് എയ്ഡ്സ് എന്നാണ് പറയുക. കാരണം നഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ടാണ് നഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ICUവിലെ രജിസ്ട്രാർ ആണ്. അതൊരു സീനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും. അവർ വന്നിട്ട് പോസ്റ്റ് MD ആണ് അല്ലെ? MD കഴിഞ്ഞിട്ട് ആ ഒരു റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്ന, ഫൈനൽ ഇയർ ഓഫ് റെസിഡൻസിയിൽ ഇരിക്കുന്ന ഡോക്ടറാണ് സീനിയർ റെസിഡന്റ് ഡോക്ടർ. അവരാണ് ആ ഒരു ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്?
ഇവരാണ് പിന്നീട് 3 വർഷക്കാലത്തിന് ശേഷം ഒരു കൺസൾട്ടന്റ് ആയിട്ട് മാറുന്നത്. പിന്നെ അവരുടെ ഡ്യൂട്ടി ടൈം നമ്മൾ പറഞ്ഞു 12 അവേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒരു കൺസൾട്ടന്റിന്റെ അനുവാദമില്ലാതെ ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ രോഗിയെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മീൻസ് ഒരു റൈറ്റ്, ഒരു അവകാശം ഈ പറയുന്ന സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിനുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ്. അവർ വന്നിട്ട് ഡ്യൂറിംഗ് ദ പോസ്റ്റ് ഗ്രാജുവേഷൻ പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഉത്തരവാദിത്തം എന്താണ്? ആ ഒരു ഐസിയുലുള്ള എല്ലാ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ അവരുടെ രോഗാവസ്ഥയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും സമ്മറൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എന്തായിരുന്നു കണ്ടത്? പിന്നെ എന്തായിരുന്നു ICU അഡ്മിഷൻ ക്രൈറ്റീരിയ അല്ലെ? ചില ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ICU അഡ്മിഷൻ നടത്തുന്നത്. ഒന്ന് പ്രയോറിറ്റൈസേഷൻ ഓഫ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്, രണ്ടാമത് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് ആണ്, പിന്നെ പറയുന്ന ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ്, പിന്നെ ഈ പറയുന്ന പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ്, ഈ പറയുന്ന ബെഡ് അവൈലബിലിറ്റി. പിന്നെ നമ്മൾ കണ്ടത് സാധാരണ ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ICU എന്താണ്, ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സാധാരണ ഒരു ICUവിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതൊക്കെ എപ്പോഴും ഒരു പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ICU റൗണ്ട്സ് എപ്പോഴും ഏത് സമയത്തായിരിക്കണം? രാവിലെ 9 to 11 വരെയുള്ള സമയത്തായിരിക്കണം. കാരണം ആ ഒരു ടൈമിനകത്താണ് എന്താവുന്നത്, രോഗിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ നമ്മൾ എന്തായിരുന്നു അതിനകത്ത് വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞിരുന്നല്ലോ, മറന്നുപോയല്ലോ. എന്തായിരുന്നു പറഞ്ഞല്ലോ, വിട്ടുപോയല്ലോ. എന്തായിരുന്നു? യെസ്, സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് അവരെ ചികിത്സിക്കുന്നത് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് കൺസൾട്ടൻസ്. ഓക്കെ, എക്സ്റ്റെൻസീവ് കെയർ ആണ് അവിടെ പേഷ്യൻസിന് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാനിന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? പ്രോഗ്നോസിസ് എന്തെന്ന് പറഞ്ഞ മാം? പ്രോഗ്നോസിസ് എന്ന് വെച്ചാല് പ്രവചിക്കാന്നാണ് കേട്ടോ, പ്രഡിക്റ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ചില രോഗികളെ നമുക്ക് ഒരു പ്രഡിക്ഷൻ വരും. അതായത് ഇന്ന രോഗിയെ നല്ല കുറച്ചും കൂടെ ഒരു ക്രിട്ടിക്കൽ കെയർ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ എന്താ പറയുക കുറെ കൂടെ ഒരു റിക്കവർ ചെയ്ത് വരാൻ പറ്റും എന്നൊരു പ്രഡിക്ഷൻ വരികയാണ്. അങ്ങനെ അത്തരത്തിലൊരു പ്രഡിക്ഷൻ ഒരു ഫാക്ടർ ആണെന്നാണ് പറയുന്നത് ICU അഡ്മിഷൻ. മനസ്സിലായോ? അപ്പൊ അവര് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ അറിയാൻ പറ്റും. ഇപ്പൊ ഈ പറയുന്ന വാർഡിൽ ഇപ്പൊ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന രോഗിയാണ്, അവരുടെ രോഗാവസ്ഥ വളരെ മോശമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കൺസൾട്ടന്റ് ഡോക്ടറിന് അറിയാൻ പറ്റും ഇവർക്ക് ഇങ്ങനെ ഒരു കെയറിംഗ് അല്ല കൊടുക്കുന്നത്, കുറെ കൂടെ ഒരു ഇൻറ്റൻസീവ് കെയർ കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടെ ഫാർ ബെറ്റർ ആവും ആ ഒരു രോഗിയുടെ അവസ്ഥ. അങ്ങനെ ഒരു പ്രഡിക്ഷൻ, ഒരു പ്രോഗ്നോസിസ്, അതും ഒരു ഫാക്ടർ ആണെന്നാണ് പറയുന്നത് ICU അഡ്മിഷൻ. മനസ്സിലായോ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം കേട്ടോ. ശരിയല്ലോ, താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ, ഓക്കെ ജോബി, ശരി കേട്ടോ. ഓക്കെ, താങ്ക്സ്.